ഹലോ എവ്രി വൺ, വെൽക്കം ടു 99 അക്കാദമി. ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും എന്ന ടോപ്പിക്കിനെ ബന്ധപ്പെട്ട 20 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യത്തെ ചോദ്യം: പ്രതിരോധ കുത്തിവയ്പ്പിനൊപ്പം കുട്ടികൾക്ക് നൽകുന്ന വിറ്റാമിൻ ഏത്? പ്രതിരോധ കുത്തിവയ്പ്പിനൊപ്പം കുട്ടികൾക്ക് നൽകുന്ന വിറ്റാമിൻ ഏതാണ്? ഉത്തരം വിറ്റാമിൻ എ. പ്രതിരോധ കുത്തിവയ്പ്പിനൊപ്പം കുട്ടികൾക്ക് നൽകുന്ന വിറ്റാമിൻ എ. രണ്ടാമത്തെ ചോദ്യം: കൃത്രിമമായി നിർമ്മിച്ച ആദ്യ വിറ്റാമിൻ ഏതാണ്? കൃത്രിമമായി നിർമ്മിച്ച ആദ്യ വിറ്റാമിൻ, ഉത്തരം വിറ്റാമിൻ സി. കൃത്രിമമായി നിർമ്മിച്ച ആദ്യ വിറ്റാമിൻ സി ആണ്. മൂന്നാമത്തെ ചോദ്യം: ഏത് വിറ്റാമിൻ്റെ കുറവ് കൊണ്ടാണ് കുട്ടികളിൽ കണ അഥവാ റിക്കറ്റ്സ് എന്ന രോഗം ഉണ്ടാകുന്നത്? ഏത് വിറ്റാമിൻ്റെ കുറവ് കൊണ്ടാണ് കുട്ടികളിൽ കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന് പറയും എന്ന രോഗം ഉണ്ടാകുന്നത്? വിറ്റാമിൻ ഡി. ഏത് വിറ്റാമിൻ്റെ കുറവ് കൊണ്ടാണ് കുട്ടികളിൽ കണ എന്ന രോഗം ഉണ്ടാകുന്നത്? വിറ്റാമിൻ ഡിയുടെ കുറവ് കൊണ്ടാണ് കണ അഥവാ റിക്കറ്റ്സ് എന്ന രോഗം ഉണ്ടാകുന്നത്. നാലാമത്തെ ചോദ്യം: ഒരു നിരോക്സികാരി കൂടിയായ ജീവകം. ഒരു നിരോക്സികാരി കൂടിയായ ജീവകം ഏതാണ്? ഉത്തരം ജീവകം ഇ. ഒരു നിരോക്സികാരി കൂടിയായ ജീവകം വിറ്റാമിൻ ഇ ആണ്. ഒരു നിരോക്സികാരി കൂടിയായ ജീവകം. അഞ്ചാമത്തെ ചോദ്യം: വിറ്റാമിൻ എച്ച് എന്നറിയപ്പെടുന്ന ജീവകം. വിറ്റാമിൻ എച്ച് എന്നറിയപ്പെടുന്ന ജീവകം B7. വിറ്റാമിൻ എച്ച് എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? ജീവകം B7 ആണ് വിറ്റാമിൻ എച്ച് എന്നറിയപ്പെടുന്നത്. ആറാമത്തെ ചോദ്യം: ഏത് പോഷക ഘടകത്തിൻ്റെ കുറവ് മൂലമാണ് സ്കർവി എന്ന രോഗം ഉണ്ടാകുന്നത്? ഏത് പോഷക ഘടകത്തിൻ്റെ അല്ലെങ്കിൽ ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് സ്കർവി എന്ന രോഗം ഉണ്ടാകുന്നത്? ഉത്തരം വിറ്റാമിൻ സി. വിറ്റാമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് സ്കർവി. സ്കർവി വിറ്റാമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ്. ഏഴാമത്തെ ചോദ്യം: വിറ്റാമിൻ ജി എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? വിറ്റാമിൻ ജി എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? ഉത്തരം ജീവകം B2. വിറ്റാമിൻ ജി എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? ജീവകം B2 ആണ് വിറ്റാമിൻ ജി എന്ന് അറിയപ്പെടുന്നത്. ജീവകം B2. എട്ടാമത്തെ ചോദ്യം: സൺഷൈൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്ന ജീവകം. സൺഷൈൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ ഡി ആണ് സൺഷൈൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്നത്. സൺഷൈൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഡി. ഒൻപതാമത്തെ ചോദ്യം: കോ എൻസൈം എന്നറിയപ്പെടുന്ന ആഹാരഘടകം ഏതാണ്? കോ എൻസൈം എന്നറിയപ്പെടുന്ന ആഹാരഘടകം വിറ്റാമിൻസ്. കോ എൻസൈം എന്നറിയപ്പെടുന്ന ആഹാരഘടകം ഏതാണ്? വിറ്റാമിൻസിനെയാണ് കോ എൻസൈം എന്നറിയപ്പെടുന്ന ആഹാരഘടകമായിട്ട് പറയാറുള്ളത്. കോ എൻസൈം എന്നറിയപ്പെടുന്ന ആഹാരഘടകം ഏതാണ്? വിറ്റാമിൻസ്. പത്താമത്തെ ചോദ്യം: ബ്യൂട്ടി വിറ്റാമിൻ എന്നറിയപ്പെടുന്ന ജീവകം ഏത്? ബ്യൂട്ടി വിറ്റാമിൻ എന്നറിയപ്പെടുന്ന പത്താമത്തെ ചോദ്യം: ബ്യൂട്ടി വിറ്റാമിൻ എന്നറിയപ്പെടുന്ന ജീവകം ഏത്? ബ്യൂട്ടി വിറ്റാമിൻ എന്നറിയപ്പെടുന്ന ജീവകം ഇ. ബ്യൂട്ടി വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് ജീവകം ഇ ആണ്. 11ാമത്തെ ചോദ്യം: ഒരു ഹോർമോണായി പ്രവർത്തിക്കുന്ന ജീവകം ഏതാണ്?
ഒരു ഹോർമോണായി പ്രവർത്തിക്കുന്ന ജീവകം വിറ്റാമിൻ ഡി. ഒരു ഹോർമോണായി പ്രവർത്തിക്കുന്ന ജീവകം വിറ്റാമിൻ ഡി. 12ാമത്തെ ചോദ്യം, കരളിൽ സംഭരിക്കപ്പെടുന്ന വിറ്റാമിൻ. കരളിൽ സംഭരിക്കപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ എ. കരളിൽ സംഭരിക്കപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ എ ആണ് കരളിൽ സംഭരിക്കപ്പെടുന്ന വിറ്റാമിൻ. 13ാമത്തെ ചോദ്യം, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏത്? രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ കെ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ കെ ആണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ. 14ാമത്തെ ചോദ്യം, കൊബാൾട്ട് അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ. കൊബാൾട്ട് അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ B12. കൊബാൾട്ട് അടങ്ങിയിരിക്കുന്നത് ഏത് വിറ്റാമിനിലാണ്? വിറ്റാമിൻ B12ലാണ് കൊബാൾട്ട് അടങ്ങിയിരിക്കുന്നത്. 15ാമത്തെ ചോദ്യം, കാൽസിഫെറോൾ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ. കാൽസിഫെറോൾ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ ഡി. കാൽസിഫെറോൾ വിറ്റാമിൻ ഡി. 16ാമത്തെ ചോദ്യം, മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന വിറ്റാമിൻ വിറ്റാമിൻ സി. മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന വിറ്റാമിൻ വിറ്റാമിൻ സി. 17ാമത്തെ ചോദ്യം, സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് രശ്മികളുടെ സഹായത്തോടെ ത്വക്കിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകം. സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് രശ്മികളുടെ സഹായത്തോടെ ത്വക്കിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകം വിറ്റാമിൻ ഡി. ജീവകം ഡി ആണ് സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് രശ്മികളുടെ സഹായത്തോടെ ത്വക്കിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകം. 18ാമത്തെ ചോദ്യം, റൈബോഫ്ലാവിൻ എന്നറിയപ്പെടുന്ന ജീവകം. റൈബോഫ്ലാവിൻ എന്നറിയപ്പെടുന്നത് ജീവകം B2. റൈബോഫ്ലാവിൻ ജീവകം B2. 19ാമത്തെ ചോദ്യം, ചൂടാക്കിയാൽ നശിക്കുന്ന വിറ്റാമിൻ. ചൂടാക്കിയാൽ നശിക്കുന്ന വിറ്റാമിൻ ഏത്? വിറ്റാമിൻ സി. ചൂടാക്കിയാൽ നശിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ സി. 20ാമത്തെ ചോദ്യം, പെല്ലാഗ്ര എന്തിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ്? പെല്ലാഗ്ര എന്തിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ്? ഉത്തരം ജീവകം B3. പെല്ലാഗ്ര എന്തിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ്? ജീവകം B3യുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് പെല്ലാഗ്ര.